ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് പായസമാണ്. അതിലേക്ക് വേണ്ട ക്യാരറ്റ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതേപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കുക്കറിൽ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. ഇത് ഒരു സ്പൂൺ നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് വരട്ടിയെടുക്കുക. തേങ്ങ ഒരു വിധം ചുമന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് മുന്തിരി ഇട്ട് കുറച്ച് മാറ്റി വെക്കാം. അതിലേക്ക് നമുക്ക് ചീകി വെച്ച ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ചവ്വരി വേവിച്ചെടുക്കാൻ വേണ്ടി അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്തിയെടുത്ത ചവ്വരിയാണ്. ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി കുറച്ച് വെള്ളം എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. വേവിച്ച് വെച്ച ക്യാരറ്റ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. ഒരു വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ ഇളക്കി നല്ലപോലെ വെന്ത് വരുമ്പോൾ വേവിച്ച ക്യാരറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുക. 2 ഏലക്ക ചതച്ചിടുന്നു. മിക്സിയിലെടുത്ത് അടിച്ചെടുത്ത ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുത്തതാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ചൂടാറിയിട്ട് പാല് തിളച്ച് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. പാലും ചവ്വരിയൊക്കെ നല്ലപോലെ വെന്ത് വന്ന് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചെടുത്ത് കൊടുക്കാം. ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട്. മധുരം വേണ്ടവർക്ക് കൂടുതൽ ഉപയോഗിക്കാം. ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കശുവണ്ടി മുന്തിരിയും തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് കോരിയത് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിയായ പായസമാണ്. ശരീരത്തിന് നല്ലതാണ്. ക്യാരറ്റും പാലൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.